CPM-നെതിരെ SNDP യോഗം. ആചാരാനുഷ്ഠാനങ്ങളിൽ പാർട്ടി കൈകടത്തുന്നതിനെതിരെ SNDP നോട്ടീസ് പുറത്തിറക്കി. സമുദായത്തിന്മേൽ കടന്നുകയറാൻ ശ്രമിക്കുന്നതായാണ് നോട്ടീസിൽ. അന്ത്യയാത്രയിൽ അശാന്തി അരുത് എന്ന തലക്കെട്ടോടെയാണ് നോട്ടീസ് പുറത്തിറക്കിയത്. സമുദായ അംഗങ്ങളുടെ വീടുകളിലെ CPM ഇടപെടലിൽ കടുത്ത വിമർശനമാണിത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിൽ SNDP-ക്കെതിരെ CPM നീക്കം തുടരുകയാണ്. മനോജ് ചേരുന്ന വിവരങ്ങളുമായി. മനോജ്, ഇതിനകത്ത് രാഷ്ട്രീയമായും ഒരുപാട് മാനങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു വിഷയമുണ്ടല്ലോ, ഈ അന്ത്യയാത്രയിൽ അശാന്തി പാടില്ല എന്ന കാര്യം, ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു നോട്ടീസ് ഇറക്കേണ്ടി വരുന്നു സമുദായ അംഗങ്ങൾക്ക് എന്ന് പറയുന്നത് തന്നെ സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ്. പക്ഷെ അതിനെതിരെ പ്രതിഷേധം കൃത്യമായി നടത്തിയിരിക്കുന്നു SNDP. അപ്പോൾ എന്താണ് ആ തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായതായി? തുടർച്ചയായി ഉണ്ടാകാതെ അവരങ്ങനെ നോട്ടീസ് ഇറക്കില്ലല്ലോ. എന്താണ് സമുദായ അംഗങ്ങൾ പറയുന്നത്, സമുദായ നേതൃത്വം പറയുന്നത്? വിമർശനം തന്നെയാണ് CPM-നെതിരെ SNDP ഉയർത്തിയിരിക്കുന്നത്. കാരണം ഈ മരണാനന്തര ചടങ്ങുകൾ, അതായത് സമുദായ അംഗങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ചടങ്ങുകൾക്ക് അവകാശമുള്ളത് ഈ സമുദായത്തിനാണ്. അതേസമയം തന്നെ അവിടെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. CPM അതിൽ ആചാര അനുഷ്ഠാനങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് തന്നെയാണ്. സാധാരണയായി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റ് ചടങ്ങുകൾ ചെയ്യേണ്ടതും അതോടൊപ്പം തന്നെ അവസാനമായി കോടി പുതപ്പിക്കേണ്ട അവകാശവും സമുദായത്തിനാണുള്ളത്. എന്നാൽ അവിടെ പാർട്ടി പതാക പുതപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നു. അതേസമയം തന്നെ ഈ ഗുരുസ്തോത്രം ചൊല്ലുവാൻ വേണ്ടി എത്തുന്ന ആളെ വിലക്കുന്ന ഒരു സമീപനം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് ഈ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും കൃത്യമായും പാർട്ടി നടത്തുന്ന ഇടപെടലുകളിൽ വലിയ വിമർശനം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. മൺട്രോ തുരുത്ത് ഭാഗങ്ങളിലൊക്കെ തന്നെ കൂടുതലായും ഈ സമുദായ അംഗങ്ങളുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന മരണാനന്തര ചടങ്ങുകൾ, അതായത് ഈ നെന്മേനി ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കൃത്യമായും ആ നോട്ടീസിൽ എടുത്തു പറയുന്നത്. അവിടേക്ക് ഈ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് വരാനിരുന്ന ഒരാളെ, അതായത് നെന്മേനി ഭാഗത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു മരണവുമായി ബന്ധപ്പെട്ട് അവിടേക്ക് ഗുരുസ്തോത്രം ചൊല്ലുവാൻ വേണ്ടി വരാനിരുന്ന ആളെ പാർട്ടി നേതാക്കളിൽ ഒരാൾ വിളിച്ച് വരണ്ട എന്ന് ആവശ്യപ്പെടുകയും അത്തരത്തിലൊരു വിലക്ക് അവിടെ ഏർപ്പെടുത്തിയതായി അറിയുവാൻ സാധിച്ചു. തുടർന്നാണ് അത് കൃത്യമായും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ സമുദായത്തിന്മേലുള്ള കടന്നുകയറ്റം ഇനിയും അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഈ SNDP-യുടെ കുണ്ടറ യൂണിയൻ ഇത്തരത്തിലൊരു നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് തന്നെ ഈ മൺട്രോ തുരുത്ത് ഭാഗങ്ങളിൽ നടന്നു വരുന്ന ചടങ്ങുകളിൽ, അതായത് കൊല്ലം ജില്ലയാണ് SNDP-യുടെ ആസ്ഥാന ജില്ല എന്ന് പറയുമ്പോഴും അവിടെയൊക്കെ തന്നെ ഇത്തരത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ ഇടപെടലുകൾ ഈ സമുദായത്തിനെതിരെ കടന്നു കയറുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ തന്നെയാണ് കടുത്ത വിമർശനവുമായി യൂണിയൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധവും അതോടൊപ്പം തന്നെ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുവാൻ തന്നെയാണ് തീരുമാനം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ചടങ്ങുകളും അത് ഓരോ സമുദായത്തിനും അതിൻ്റെതായിട്ടുള്ള അവകാശമുണ്ട്, അത് നടത്തേണ്ട രീതികളുണ്ട്. എന്നാൽ അതിൽ CPM-ന്റെ ഇടപെടൽ അത് വളരെയധികം ശക്തമായി തന്നെ പ്രതിരോധിക്കേണ്ടതാണ് എന്നുള്ള ചൂണ്ടിക്കാട്ടൽ തന്നെയാണിത്. അതിൽ തന്നെ ഈ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് തങ്ങളുടെ ആശ്രയമായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ വിഷമിതരായി നിൽക്കുന്ന, അത്തരത്തിൽ മാനസികമായി തളർന്നു നിൽക്കുന്നവരെ ചൂഷണം ചെയ്യുന്ന രീതിയാണ് പാർട്ടി നിലപാട് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ ആ സമയത്ത് നടക്കുന്ന മുദ്രാവാക്യം വിളികൾ അത് കൃത്യമായും അരോചകമാണ് എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പാർട്ടി ഇടപെടലുകൾ വലിയ തരത്തിൽ സമുദായത്തിന്മേൽ കടന്നുകയറ്റമുണ്ടാക്കുന്നു. അത് ഈ സമുദായത്തിലുള്ളവരെ ഈ മരണാനന്തര ചടങ്ങുകൾ പോലും വിഷമത്തിലാക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ഈ CPM-നെതിരെ കടുത്ത വിമർശനം തന്നെയാണ് നമുക്ക് ഈ നോട്ടീസിലൂടെ വായിച്ചറിയാൻ സാധിക്കുന്നത്. ഈ അന്ത്യയാത്രയിൽ അശാന്തി അരുത് എന്നുള്ള തലക്കെട്ടോടുകൂടി തന്നെയാണ്, അതായത് അന്ത്യയാത്രയിൽ അശാന്തി പടർത്തുകയാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ നോട്ടീസ് ഇറക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ജനുവരി മാസം, അതായത് 2025 ജനുവരി മാസത്തിൽ പൊതുസമ്മേളനമൊക്കെ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 11 ശാഖകളെ ചേർത്തുകൊണ്ട് കുണ്ടറ SNDP യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പൊതുസമ്മേളനം നടക്കുക. എന്തായാലും രാഷ്ട്രീയപരമായി തന്നെ നോക്കുകയാണെങ്കിൽ SNDP-യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM-നെ പിന്തുണച്ചില്ല, അല്ലെങ്കിൽ CPM-ന് വലിയ നഷ്ടം നേരിടേണ്ടി വന്നു എന്നുള്ള കാരണം വെച്ചുകൊണ്ട് തന്നെ സമുദായത്തിന്മേൽ കടന്നു കയറാനും അതായത് സാമുദായിക കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുമൊക്കെ CPM ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിനെതിരെ തന്നെയാണ് കടുത്ത വിമർശനവുമായി SNDP തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആചാര അനുഷ്ഠാനങ്ങളിൽ ഇടപെടുന്നത് അത് ഏതൊരു തരത്തിലായാലും അതിനെ അനുവദിച്ചു നൽകില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഈ സാമുദായിക സംഘടന സൂചിപ്പിച്ചിട്ടുള്ളത്. പലതരത്തിലും, അതായത് മരണാനന്തര ചടങ്ങുകളുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ തന്നെ രാഷ്ട്രീയപരമായി ഇടപെടൽ നടത്തിക്കഴിഞ്ഞാൽ അത് സമുദായത്തിലുള്ളവർക്ക്, സാമുദായിക അംഗങ്ങൾക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചു,
ഇത്തരത്തിൽ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്ന ഇടപെടൽ ആ കോടി പുതപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവസാനമായി കോടി പുതപ്പിക്കേണ്ട അവകാശമുള്ളത് അത് സാമുദായിക സംഘടനയ്ക്ക് തന്നെയാണ്. ഒരു വ്യക്തി അയാളുടെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞുകൊണ്ട് എൻ്റെ ശരീരത്തിൽ അവസാനമായി പാർട്ടി പതാകയാണ് പുതപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ സമുദായം ഇടപെടില്ല എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഒരു പാർട്ടി അനുഭാവിയോ അല്ലെങ്കിൽ പാർട്ടി അംഗമായിരുന്നു എന്നതിൻ്റെ പേരിൽ ഇത്തരത്തിൽ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്ന ഈ ഒരു ഇടപെടൽ അത് തികച്ചും അരോചകമാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലൊരു വിമർശനം തന്നെയാണ് CPM-നെതിരെ SNDP ഉയർത്തിയിരിക്കുന്നത്. യെസ്, അത് വ്യക്തമാണ് മനോജ്.